ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കണം എന്താ വെച്ചാൽ, നമ്മളൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് മരുന്നും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് മുന്നോട്ട് പോയിരുന്ന ആ ഒരു സമയത്ത് എന്നാൽ വലുതായിട്ട് എന്താണെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും പറയണത് പോലെ തന്നെ ഡോക്ടർമാരെടുത്ത് പോയാൽ ഡോക്ടർ പറയില്ല എന്താണെന്നുള്ളത്, ഡോക്ടർക്ക് അറിയില്ല. അപ്പോൾ ഇപ്പോഴും പല ആളുകളും പറയാറുണ്ട്, നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ അവർ മരുന്ന് കുറിച്ച് തരും, നമ്മളത് മേടിക്കും, കഴിക്കും, വീണ്ടും വരും, വീണ്ടും പോകും. അപ്പോൾ അത് എന്താണെന്നുള്ളത് പറയണില്ല. അപ്പോൾ നമ്മളെ തന്നെ നമുക്ക് ഒന്ന് സംരക്ഷിക്കാനായിട്ട് നമുക്ക് സപ്ലിമെൻറ്റ്സുകൾ എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ, യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ യോഗ ചെയ്യുമായിരുന്നെങ്കിലും കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെപ്പറ്റി ആഴത്തിൽ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ യോഗ പ്രാക്ടീസിലൂടെ നമുക്കിപ്പോൾ മനസ്സിലായത് എന്താ വെച്ചാൽ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുന്നത് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ട് ഒരു രോഗിയായി അങ്ങനെ മരിക്കണം എന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണെങ്കിലും നമ്മൾ സമയം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരിക്കും, അത് വേറെ വിഷയം. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന കാലം നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് ഇവിടെ സൊല്യൂഷനുണ്ട്. അപ്പോൾ ആർക്കും അതൊന്നും തിരഞ്ഞെടുക്കാൻ അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു രോഗിയായിട്ടും അല്ലെങ്കിൽ അസുഖങ്ങളെ വന്നു പോയിട്ടും അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും ഒക്കെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് നമ്മളെ തന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ യോഗയിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ കോടാനുകോടി സെല്ലുകളാൽ നിർമ്മിതമാണ് ഈ ഒരു ശരീരം അല്ലേ, ഈ ഒരു ബോഡി. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നുമല്ല ഇതിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പം നമ്മൾ അത് ആഴത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് സാധിക്കും. എന്താ വെച്ചാൽ, ഈ കോടാനുകോടി സെല്ലുകളിലും ഓരോ പൂവ് വിരിയുന്നത് പോലെ നമ്മളൊന്ന് ഫീൽ ചെയ്യുകയാണ്. നമ്മളുടെ ശരീരത്തിൽ മുഴുവനും ഓരോ ചെറിയ പൂക്കൾ നല്ല സോഫ്റ്റാണല്ലേ. പൂക്കളിൻ്റെ ഇതളുകൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ പൂക്കളുള്ളിടത്തേക്ക് നല്ല നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ നല്ല ഒരു എനർജിയും അവിടെ ഉണ്ടാവുമല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടാനുകോടി പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് പോലെ അതാണ് നമ്മളുടെ ശരീരം എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ പൂ വിരിഞ്ഞിരിക്കുന്നിടം ഏറ്റവും ഭംഗിയായി ഏറ്റവും മനോഹരമായിട്ടിരിക്കില്ലേ. അപ്പോൾ അതേപോലെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ, ഒരു പൂന്തോട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ നമ്മൾ തന്നെ ഒരു പൂന്തോട്ടമായി മാറ്റി സ്വയം മാറി നമ്മൾ ആ നറുമണം എല്ലാവരിലേക്കും പകർത്തുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ലക്ഷ്യം. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നുള്ളത് വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് പകർത്തുക എന്നാണ്. അപ്പം നമ്മൾ ബസ്സിൽ പോകുമ്പോഴൊക്കെ മിക്കവാറും ആളുകളുടെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും. എന്തിനാണ് ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നത്? ഒന്ന് റിലാക്സ് ആവുക, ഒന്ന് ശ്വാസം വിട്ട് അല്ലേ, നമ്മളൊന്ന് റിലാക്സായി എല്ലാവരുടെ മുമ്പിലും നല്ല ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് തന്നെ സാധിക്കും, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല എനർജിയും നല്ല സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ സപ്ലിമെൻറ്റ്സ് ആരും വേണ്ടാന്ന് വെക്കരുത്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ സപ്ലിമെൻറ്റ്സും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ.